സുന്നത്ത് മുറുകെ പിടിച്ചോക്ക്, സുന്നത്ത് മുറുകെ പിടിച്ചോക്ക്. ഒന്നും വേണ്ട, സ്വലാത്ത് മാത്രം മുറുകെ പിടിച്ചോക്ക്. ഒരു ഒറ്റ ഹദീത്ത് ഉണ്ട്, ഞാൻ ഒറ്റ ഹദീത്ത് അത്ഭുതപ്പെട്ടു. ഒറ്റ ഹദീത്ത് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ പറയാണ്, മൻ സ്വല്ലാ അലയ്യ കുല്ല യൗമിൻ അൽഫ മറ ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 സ്വലാത്ത് ഒരാൾ എൻ്റെ മേലിൽ ഓരോ ദിവസവും ചൊല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചിട്ട് കണ്ടിട്ടല്ലാതെ അവൻ മരിക്കൂല. അത് വല്ലാത്തൊരു സംഭവമാണ്. 1000 സ്വലാത്ത് ഇരുന്ന് അങ്ങനെ ചെല്ലും ഓരോ ദിവസവും. 1000 സ്വലാത്ത് ഒരു ദിവസം ഒരാൾ ഇരുന്ന് ചെല്ലിയാൽ സ്വർഗത്തിന് സീറ്റ് കണ്ടല്ലാതെ മരിക്കൂല എന്ന് ഉറപ്പാ. വിമർശിക്കുന്നു ചില ആളുകൾ, പഠിക്കാതെ ഒരാൾ നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഒരു നല്ല കാര്യം ചെയ്യാതെ, പള്ളിക്ക് പോലും വരാതെ ഒരു വലിയ മാല വാങ്ങി വീട്ടിൽ നിന്ന് ഇങ്ങനെ മരിച്ചിരുന്ന സ്വർഗത്ത് പോവാന്ന് ചോദ്യം. ഓ നിസ്കരിക്കാനൊന്നും വരുന്നില്ല, ഓ നോമ്പോൽക്കാനും വരുന്നില്ല, ഓ ഒരു നല്ല കാര്യത്തിലില്ല, പക്ഷെ ഓ ഒരു വലിയ മാല വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്വലാത്ത് 1000 ചെല്ലും ദിവസം, ഓ സ്വർഗത്ത് പോവാ. ഞാൻ പറയും പോകുന്നു. എങ്ങനെ? പെട്ടെന്ന് അർത്ഥമാക്കണ്ട, അവൻ സ്വർഗത്ത് പോകും ഉറപ്പാണ്. എങ്ങനെ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ നാട്ടിൽ ഏതെങ്കിലും വലിയൊരു കള്ളുപിടിയനെ കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ വലിയൊരു തെമ്മാടിയെ കണ്ടുപിടിച്ചിട്ട്, ആ തെമ്മാടിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഓനോട് ഒറ്റ ഷർത്ത് വെക്ക്, ഈ കള്ളൊക്കെ കുടിച്ചോ, ഈ വ്യഭിചരിച്ചോ, എന്ത് തെമ്മാടി, പക്ഷെ ദിവസം 1000 സ്വലാത്ത് വീട്ടിൽ നിന്ന് ചെല്ലുന്ന് പറയും. അവനെ കൊണ്ട് ചെല്ലിക്ക് 1000 സ്വലാത്ത് ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ചെല്ലട്ടെ, അല്ലെ എവിടെ ഇരുന്ന് ചെല്ലട്ടെ, ദിവസം 1000 സ്വലാത്ത്. എന്താ സംഭവിക്കുക? അവിടെയാണ് ഹദീത്ത് പഠിക്കേണ്ടത്. ഹദീത്ത് പഠിക്കും പോലെ പഠിക്കണം. ആ ഹദീത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാർ പറയുന്നു, ഈ 1000 സ്വലാത്ത് ആ മനുഷ്യൻ ഇരുന്നാണ് ചെല്ലാൻ തുടങ്ങിയാൽ 3 ഘട്ടം വരും. 3 ഘട്ടം ശ്രദ്ധിച്ചോ, 3 ഘട്ടം. വെറുതെ സ്വർഗത്ത് പോകുന്നല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഈ 1000 സ്വലാത്ത് ഒരു ദിവസം ഇരുന്ന് ചെല്ലിയാൽ 1-ാം ഘട്ടം യശ്റഹുല്ലാഹു സദ്റഹു ലിൽ ഈമാൻ. ഹദീത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്, യശ്റഹുല്ലാഹു സദ്റഹു ലിൽ ഈമാൻ. ഓന്റെ കൽബിൽ ഈമാൻ അങ്ങനെ വികസിച്ചു വരും. ഓന്റെ കൽബിൽ ഈമാൻ അങ്ങനെ വികസിച്ചു വരും. 1-ാം ഘട്ടം. 2-ാം ഘട്ടമോ വയഹ്ദീഹി സവാ അസ്സബീൽ. 2-ാം ഘട്ടം, അവൻ നേരായ വഴിക്ക് ഇങ്ങനെ വരും. അപ്പൊ കള്ളുപിടി നിർത്തും. ഓൻ പള്ളിക്ക് നടന്നിങ്ങനെ വരും. നിങ്ങളാരും വിളിക്കണ്ട. ഓൻ വട്ടിപ്പലിശ നിർത്തും. വെറുതെ നിർത്തും. നിങ്ങളാരും ഇടപെടണ്ട, ഒന്നും പറയണ്ട. ഓൻ വെറുതെ ഇങ്ങനെ നേരെ വഴിക്ക് വരും. വയജ്അൽഹു മിൻ അഹ്ലിൽ ജന്ന. അതുവഴി അവന് സ്വർഗത്തിന്റെ അഹ്ലുകാരനാകും. എങ്ങനെയാവല്? 1000 സ്വലാത്ത് ഇല്ല. ആ സ്വലാത്ത് ഒരു തെർബിയത്തിന്റെ ശൈഖ. ഓന്റെ കള്ളുകൂടി ആ സ്വലാത്തോണ്ട് നിൽക്കും. സംശയം ഉണ്ടെങ്കിൽ നാട്ടിലൊരു കള്ളുകൂടിയാണ് വിളിച്ചിട്ടെങ്കിൽ ചൊല്ലിക്ക് 1000 സ്വലാത്ത് ദിവസം. ഇവിടുത്തെ ഒരു തെമ്മാടിയെ വിളിച്ചിട്ട് 1000 സ്വലാത്ത് ദിവസം ചെല്ലിക്ക്. മത്സരിക്ക്. എന്നിട്ട് പറയും, നിങ്ങൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ട് നടന്നില്ലെങ്കിൽ പറ, ഇത് അള്ളാഹുവിന്റെ റസൂൽ സ്വാദിഖുൽ മസ്തൂഖായ നബി തങ്ങൾ പറഞ്ഞതാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ 1000 വഴന്നു പറഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. ഈ സ്വലാത്തിന് അങ്ങനെ ഒരു മാസ്മരിക ശക്തി ഉണ്ട്. അത് ഹദീസിൽ പറഞ്ഞ കാര്യ. അല്ലാതെ 1000 സ്വലാത്ത് ഇങ്ങനെ ചെല്ലി നിസ്കരിക്കാൻ നോൽക്കാൻ സ്വർഗത്ത് പോകുന്നതിന്റെ അർത്ഥം 1000 സ്വലാത്ത് പതി ഒരാഴ്ച 2 ആഴ്ച കഴിയട്ടെ, അവന്റെ മനസ്സിന് മാറും. ആ മനസ്സ് പടച്ചറപ്പിന് കറക്കി തിരിക്കും. തിരിച്ചിട്ട് ഹദീസിന്റെ വ്യാഖ്യാനല്ലേ. അങ്ങനെ മനുഷ്യനെ നന്നാക്കുന്ന ഒരു സാധനം വേറെന്താ? ഇതെന്താ ചെവനപ്രാസം കഴിച്ച് തടി കൂട്ടുക? അല്ല, ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് കൽബ് ഇങ്ങോട്ട് വികസിപ്പിക്കുന്ന, അതാണ് ഹുബ്ബ് കൽബിലുണ്ടായാൽ